എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 2 പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി 26 വരെ ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. വഞ്ചിനാട്, ഇന്റർസിറ്റി തുടങ്ങി ചില ട്രെയിനുകളുടെ സർവീസുകൾ ഭാഗികമായി റദ്ദാക്കി. ഒരു ട്രെയിൻ വൈകി ഓടുകയും ചെയ്യും. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 2 പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. 26-ാം തീയതി വരെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ചില സർവീസുകൾ ഭാഗികമായി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാട് എറണാകുളം മെമു 18-ാം തീയതി മുതൽ 26 വരെ പാലക്കാട് നിന്ന് 7:20 പുറപ്പെട്ട് ആലുവയിൽ യാത്ര അവസാനിപ്പിക്കും. ഈ ദിവസങ്ങളിൽ ആലുവയ്ക്കും എറണാകുളത്തിനുമിടയിൽ ട്രെയിൻ സർവീസ് നടത്തില്ല. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് 2:45 പുറപ്പെട്ട് എറണാകുളം പാലക്കാട് മെമു മാർച്ച് 18 മുതൽ 26 വരെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്നത് ആലുവയിൽ നിന്നായിരിക്കും സർവീസ് ആരംഭിക്കുക. ഈ ദിവസങ്ങളിൽ എറണാകുളത്തിനും ആലുവയ്ക്കുമിടയിൽ സർവീസ് ഉണ്ടാകില്ല. ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ 26-ാം തീയതി വരെ ഗുരുവായൂരിൽ നിന്നും 1:25 പുറപ്പെട്ട് ഇടപ്പള്ളിയിൽ സർവീസ് അവസാനിപ്പിക്കും. ഈ ദിവസങ്ങളിൽ ഇടപ്പള്ളിക്കും എറണാകുളത്തിനുമിടയിൽ സർവീസ് ഉണ്ടാവില്ല. കൊല്ലം എറണാകുളം മെമു കൊല്ലം ജംഗ്ഷനിൽ നിന്ന് 5:55 പുറപ്പെട്ട് തൃപ്പൂണിത്തുറയിൽ യാത്ര അവസാനിപ്പിക്കും. 26 വരെയാണ് ഈ നിയന്ത്രണം. ഈ ദിവസങ്ങളിൽ തൃപ്പൂണിത്തുറയ്ക്കും എറണാകുളം ജംഗ്ഷനുമിടയിൽ കൊല്ലം എറണാകുളം മെമു സർവീസ് നടത്തില്ല. തിരുവനന്തപുരം എറണാകുളം വഞ്ചിനാട് എക്സ്പ്രസ് 26-ാം തീയതി വരെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും വൈകിട്ട് 5:45 പുറപ്പെട്ട് കോട്ടയത്തായിരിക്കും യാത്ര അവസാനിപ്പിക്കുക. കോട്ടയത്തിനും എറണാകുളത്തിനുമിടയിൽ ഈ ദിവസങ്ങളിൽ വഞ്ചിനാട് എക്സ്പ്രസ് സർവീസ് നടത്തില്ല. എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 26-ാം തീയതി വരെ എറണാകുളം ജംഗ്ഷനിൽ നിന്നും രാവിലെ 6 പുറപ്പെടേണ്ടിയിരുന്നത് ആലുവയിൽ നിന്നായിരിക്കും സർവീസ് നടത്തുക. MGR ചെന്നൈ ആലപ്പുഴ ഡെയിലി എക്സ്പ്രസ് 25-ാം തീയതി വരെ MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് പുറപ്പെട്ട് 30 മിനിറ്റ് വൈകിയാകും ഓടുക. CDNet ന്യൂസ്, കായംകുളം.